ഇതൊരു തരം പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്ന നിലയിൽ വേണമെങ്കിൽ ഇതിനെ കരുതാവുന്നതേ ഉള്ളൂ. ഈ ഘട്ടത്തിൽ ഇതെന്താ പ്രസക്തി എന്നാണ് ചോദിക്കുന്നത്. നോക്കൂ, ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബജറ്റ് റവന്യൂ വരവ് 1,80,000 കോടി, റവന്യൂ ചെലവ് 2,17,000 കോടി, അങ്ങനെ ഒരു 36,000 കോടിയുടെ കമ്മി ഉള്ള ബജറ്റാണ്. നമ്മൾ നോക്കൂ, ആകമാന കണക്കിലുള്ള ഒരു ഫിസ്ക്കൽ ഡെഫിസിറ്റ് കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് 3.5%. അത് ഉയർന്ന് 3.8%. അത് ധനകാര്യമന്ത്രി അത് തെളിച്ചു പറയുന്നില്ല. ഈ കണക്കുകളുടെ ആകെ വിശകലനത്തിൽ കാണുന്ന ചിത്രം അതാണ്. ധനക്കമ്മി, അതായത് റവന്യൂ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഉയർന്നു വരികയാണ്. ഒരുപക്ഷെ വളരുന്നൊരു സമ്പദ് വ്യവസ്ഥയിൽ 4% വരെയൊക്കെ ഇനി വേൾഡ് ബാങ്ക് കണക്കനുസരിച്ച് 5% വരെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഉണ്ടെങ്കിലും അത് മാനേജബിൾ ആണ് എന്നതാണ് കണക്ക്. അത് കൈവിട്ടു പോയി എന്ന് പറയാനാവില്ല, എങ്കിലും അത് ഉയരുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് ഇത് സമ്മിശ്രമായ ഒരു പ്രതിഫലനമാണ്. അതേസമയം തെരഞ്ഞെടുപ്പ് നേരിൽ കണ്ടുകൊണ്ടുള്ള കൃത്യമായ എല്ലാ വിഭാഗങ്ങളെയും ഡോക്ടർ മേരി ജോർജ് സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് എല്ലാ വിഭാഗങ്ങളെയും തഴുകിക്കൊണ്ടുപോകുന്ന, അല്ലാതെ അവരെ പൂർണ്ണമായി ടച്ച് ചെയ്യുന്നതെന്ന് പറയാനാവില്ല, പക്ഷേ അവർക്കെല്ലാം എന്തൊക്കെയോ ലഭിച്ചു എന്ന് തോന്നാവുന്ന ഒരു ബഡ്ജറ്റ് തന്നെയാണ്. ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കും എന്ന പ്രതീതി ഉണ്ടായിരുന്നു, പക്ഷേ അതുണ്ടായില്ല. ആ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം ഇനിയുള്ള 2 മാസത്തിനുള്ളിൽ ഒരുപക്ഷെ നാടകീയമായൊരു പ്രസ്താവന ഉണ്ടാകാം. ഇപ്പോൾ 1,600 നിന്ന് 400 രൂപ കൂട്ടി 2,000 ആക്കിയത് വേണമെങ്കിൽ 2,200, ഇനി വാഗ്ദാനം അനുസരിച്ച് തന്നെ 2,500 ആയിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തെ വാഗ്ദാനം. ആ വാഗ്ദാനം പാലിക്കാൻ സാധ്യത ഒരുപക്ഷെ അവശേഷിപ്പിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് പോകുന്നതിന്, പെരുമാറ്റച്ചട്ടം വരുന്നതിന് തൊട്ട് മുൻപുള്ള സമയങ്ങളിൽ അങ്ങനെ ഉണ്ടാകാം. ആശാ വർക്കർമാർ 1,000 രൂപ നേരത്തെ കൂട്ടിക്കൊടുത്തു, ഇപ്പോൾ ഇതാ വീണ്ടും ഒരു 1,000 രൂപ. അംഗൻവാടി വർക്കേഴ്സ് 1,000 രൂപ. ന്യായമായ വർധന തന്നെയാണ്, ഏറെ പ്രതീക്ഷിച്ചിരുന്ന വർധനയാണ്. ഇതൊക്കെ വെറും ഡോളിംഗ് എന്ന രീതിയിൽ അതിനെ തള്ളിക്കളയേണ്ട ആവശ്യവും ഇല്ല. അതേസമയം അടിസ്ഥാന സൗകര്യത്തിന് കാര്യമായ ശ്രദ്ധ, ഒരു സ്കീം ഓഫ് തിങ്സ്, ഒരു പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് മധ്യവർഗവും ഒക്കെ കാര്യമായി അടിസ്ഥാന സൗകര്യ വികസനം വലിയ ഒരു അജണ്ടയായിട്ട് ഗവൺമെൻറ് ചെയ്തു തീർക്കേണ്ട ഒരു മസ്റ്റ് ഡു കാര്യമായി ഇപ്പോൾ കൂടുതലായി കരുതുന്നു എന്നതാണ്. അതുകൊണ്ടാണ് ഈ PW റോഡ്സിന് വേണ്ടി 1,882 കോടി രൂപയും, അതുപോലെ റോഡ് പാലം പദ്ധതിക്ക് വേണ്ടി 1,100 കോടി രൂപ, ജലഗതാഗതം 138 കോടി രൂപ, അതുപോലെ മെട്രോ 2ാം സ്റ്റേജ്, കൊച്ചി മെട്രോയുടെ 2ാം സ്റ്റേജിന് 179 കോടി രൂപ, അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി, വിഴിഞ്ഞത്തിന് വേണ്ടി 1000 കോടി രൂപ എന്ന് വേണ്ട MC റോഡ് 4 വരിപ്പാത, അത് മെയിൻ സെൻട്രൽ റോഡാണ്, കണക്ടിവിറ്റി ദക്ഷിണ കേരളത്തിലെ ആകമാനം കണക്ട് ചെയ്യുന്ന റോഡാണ്. അതിന് ഏതാണ്ട് 5,217 കോടി രൂപ വകയിരുത്തി എന്ന് പറയുമ്പോൾ അടിസ്ഥാന സൗകര്യം, പ്രത്യേകിച്ച് റോഡ് ആൻഡ് റെയിൽ നെറ്റ്വർക്ക് തീർച്ചയായും ഗൗരവമായി ഗവൺമെൻറ് പരിഗണിച്ചതായി കാണാം. തീരദേശ മേഖലയ്ക്ക് കാര്യമായ പരിഗണനയുണ്ട്. അവിടെ പല സ്കീമുകളിലായി ഏതാണ്ട് 250 കോടി രൂപ അനുവദിച്ചതായി കാണാം. വനമേഖല, പ്രത്യേകിച്ച് കിഴക്കൻ മലയോര മേഖല, അവിടെ മൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള സംഘട്ടനം വർദ്ധിച്ചു വരുന്നു. അതൊരു വൈകാരിക തലത്തിലേക്ക് പ്രശ്നം വളർന്നിരിക്കുന്നു. ആ കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് ഒക്കെ വേണ്ടി ഒരു 100 കോടി രൂപ അനുവദിച്ചിരിക്കുന്നു. 288 കോടി രൂപ വനമേഖലയുടെ വികസനത്തിന് വേണ്ടി അനുവദിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഏതാണ്ട് എല്ലാ വിഭാഗങ്ങളും, പമ്പ, അതുപോലെ പിൽഗ്രിം സെൻറ്റർ, ശബരിമല ഫണ്ടായി 30 കോടി രൂപ, പമ്പ ക്ലീനിങ് പദ്ധതിക്ക് വേണ്ടി ഒരു 30 കോടി രൂപ, അങ്ങനെ ചെറുതും വലുതുമായ വലിയ ഒരു നമ്പർ ഓഫ് പദ്ധതികൾ പ്രഖ്യാപിച്ചു വെച്ചു. അപ്പോഴും വാക്കുകൾ ഇപ്പോഴും പ്രസക്തം തന്നെയാണ്. 38%.